ആനടിച്ചെത്തി. ഇതിനാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും കാശ്, വൈദ്യം കൽപ്പിച്ചതും കാശ്. ഇപ്പൊ കൊണ്ടുവരും. കുഞ്ഞുട്ടാ, അവന് വിളിക്കടാ. ആനയെ മര്യാദയോടെ ഇവൻ എന്നെ ഈ കാണിക്കുന്നത്. എന്റെ ചെറിയാച്ചോ, ലോറി വാടക ഞാൻ വീട്ടിലങ്ങടെ എത്തിക്കില്ലേ? നേരം പരപര വെളുക്കും മുമ്പ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണോ? അല്ല, നീ പൂരമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയോ, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതിയിട്ടാ. ആനടിച്ചോ, ഇന്നലെ എവിടെ ആയിരുന്നു പൂരം? ചീക്കിലോട്ട് കാവ്. ഹോ, എന്താ ജനം! അസാധ്യ വെടിക്കെട്ട്. ദാസാ, ഒരു ചായ, പിന്നെ 2 കുറ്റി പുട്ട്, 2 പപ്പടം, 2 വട. വേഗം കേറ്റിട്ട് ആനയെ കൊണ്ട് കുളിപ്പിക്കാൻ നോക്ക്. ആനയെ മാത്രം കുളിപ്പിച്ചാ പോരാ, ലോറിനെയും കുളിപ്പിക്കണം. എന്നാ 2 കുറ്റി പുട്ടൂടെ. ചെറിയാച്ചന്റെ പറ്റിലാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേണം ഉടനെ കഴിച്ചോണം. സാധനം ഇപ്പൊ തീരുവേ. അനുജ, ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ആനയെ കൂടെ പോറ്റുക എന്ന് പറഞ്ഞാ ഭയങ്കരം. എന്റെ നസീറെ, ആനയ്ക്ക് സ്കൂൾ അഡ്മിഷൻ വേണ്ട, യൂണിഫോം വേണ്ട, കെട്ടിച്ചു വിടണ്ട, മാമുദിശ മുക്കണ്ട. എന്തിനധികം പറയണ്, ആനയ്ക്കൊരു ജെട്ടി പോലെ ഇടിയിക്കണ്ട. അയ്യോ, ഞാൻ ആ ആനയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഈ വെള്ളാനക്കുട്ടിയുടെ കാര്യം. ആനയ്ക്ക് പൂരം നന്നാകണമെന്നില്ല, ആന ചവിട്ടിക്കൊന്ന കേസുമില്ലേ. 2നും കൂടെ തീറ്റ കൊടുത്ത് ആന്റലി കുത്തുപാള എടുക്കും. ഏതിടഞ്ഞ ആനയും തന്റെ തോട്ടി കൊണ്ട് അടക്കി നിർത്താൻ കേൾപ്പുള്ള കുമാരൻ പാപ്പൻ ദേ ഇവിടെ വെറുതെ ഇരിക്കുന്നു. ചെറിയാച്ചോ, കുമാരൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ ആനയെ വാങ്ങിയപ്പോൾ എന്റെ കൂടെ കൂടിയത് അവൻ. പിന്നെ എന്റെ മോൻ ആദിക്കൊരു കൂട്ടായി, ആനയ്ക്കൊരു തോട്ടിയായി. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. ഇതൊന്നല്ല, 1.5 അംഗമാണേ. ആനടിച്ച ആദ്യത്തിന് എന്നാ ആശ്രയിക്ക് പോണേ? വിസക്ക് 4 ലക്ഷം രൂപ വേണോ അല്ലേ? എനിക്കറിഞ്ഞൂടാ. ആദ്യത്തിന് ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്റെ വി ഹെൽപ്പിൽ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നല്ല ജോലി വാങ്ങിക്കൊടുത്തനെ. ഒക്കത്തിരിക്കുന്ന കുട്ടി ഒക്കത്തെടുത്തവനെ കാണില്ല. അവന്റെ കണ്ണില് പുതിയ പുതിയ കാഴ്ചകളാ. എന്റെ ആന്റലി, നീ സൂക്ഷിക്കണം. 2 വർഷം മുമ്പ് നമ്മുടെ വടക്കേലെ കുമാരൻ മകന് ഗൾഫിൽ പോവാൻ പറമ്പ് വിറ്റ് വിസയ്ക്ക് കാശ് കൊടുത്തു. അവസാനം വിസയുമില്ല, കാശുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരി. ആദിക്ക് ആസ്ട്രേലിയ പോവാൻ ആന്റണിച്ചൊരു ചില്ലി കാശ് കൊടുക്കണ്ട. ഓസ്ട്രേലിയക്ക് പോവാൻ 10 പേരെ സംഘടിപ്പിച്ച ആദിയുടെ വിസ ഫ്രീയാ. അതൊക്കെ ആദി സംഘടിപ്പിച്ച് കഴിഞ്ഞു. ആദി ആരുടെയാ മോൻ? ആരുടെയാ? ആന്റണിച്ചന്റെ. നിങ്ങളെ നോക്കിക്കോ, നമ്മുടെ ആദ്യ ആസ്ട്രേലിയ ചെന്ന് ഒരു വിലസ് അങ്ങോട്ട് വിലസ്. എനിക്കിപ്പോ എന്റെ അമ്മയെ പോലെയാണ് ഓസ്ട്രേലിയ. എത്ര കണ്ടാലും മതിയാവില്ല. പിന്നെ നാളെ കുറെ കങ്കാരുക്കളുടെയും മദാമ്മമാരുടെയും കൂടെ ഓസ്ട്രേലിയയിൽ ജീവിക്കേണ്ടവനല്ലേ അമ്മയുടെയും മകൻ. കൊറേ നേരെ വിളിക്കണു. ഓ, ഹലോ, ആന്റണി ആദിത്യവർമ്മ സ്പീക്കിംഗ്. ആ, എല്ലാരും എത്തിയോ? ഏയ്, 8 മണിയല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ, 8 മണിയായാ? സോറി, ഞാൻ എന്താ വരണേ? അമ്മേ, അവരൊക്കെ അവിടെ കാത്തു നിൽക്കാം. ഓ, എന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നവര്. അവിടെ പോകുന്നതിന് മുമ്പ് അവർക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് കുറച്ച് ക്ലാസ് എനിക്ക് എടുത്തു കൊടുക്കണം. അമ്മ പെട്ടെന്ന് കുളിക്കണം. എന്റെ കുളി കഴിഞ്ഞതാ. അമ്മ കുളിക്കണം എന്നല്ല, എനിക്ക് കുളിക്കണം എന്നാ പറഞ്ഞ. തോർത്ത് സോപ്പൊക്കെ അവിടെ. അതവിടെ എവിടെങ്കിലും കാണും. അമ്മ, ഓസ്ട്രേലിയയിലെ കങ്കാരികൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ അമ്മമാര് കണ്ടുപഠിക്കണം. ആ മക്കളെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് അവറ്റാണ് നടക്കണേ. ഇവിടെ തോർത്തി വെച്ച പോലെ കിട്ടൂല്ലോ. വല്ല ഓസ്ട്രേലിയയിലെ കങ്കാരി കുഞ്ഞായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. കങ്കാരി കുഞ്ഞായിട്ട് ജനിച്ച പിന്നെ കുളിക്കേ വേണ്ടല്ലോ. അമ്മ, ദിസ് ഈസ് ടു മച്ച് അമ്മ. മോനെ, നിക്ക, ഈ പാലെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോ. നിന്റെ ഈ വേഷം കാണുമ്പോ എനിക്ക് പേടിയാവുക. ഞാൻ പേടിപ്പെടുത്തുന്ന വേഷം കൊണ്ടിട്ടേക്കണേ. അതല്ല, നിന്റെ അച്ഛൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിന്റെ യാത്രയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ വിശ്വാസക്കുറവുണ്ട്. അതെ, ദക്ഷിണാഫ്രിക്കയ്ക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷായേനെ. കാരണം അവിടെ മൊത്തം കറുത്തവർക്കാരാണല്ലോ. ഓസ്ട്രേലിയയിലെ സായിപ്പന്മാര് വെളുത്തുപോയിന് അവരെന്ത് ചെയ്യാൻ പറ്റും? നീ ഇതുപോലുള്ള തമാശകൾ അച്ഛൻ കേൾക്കെ പറയരുത് കേട്ടോ. എത്ര പ്രയാസപ്പെട്ടിട്ട് 10 പേരെ ഒപ്പിച്ചെന്നറിയോ? ഇനി പപ്പന്റെ അനുവാദം വേണം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ, ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, അപ്പനാരാ ഇവിടുത്തെ ഗസറ്റഡ് ഓഫീസറാ? അതെടാ, ഞാനായി വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. എന്താ സംശയം ഉണ്ടോ? ഇപ്പൊ നമ്മുടെ സംശയമൊക്കെ തീർത്തല്ലോ. അപ്പനാണ് ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ഓഫീസറെ കുറച്ച് വഴി തരുമോ? അപ്പന്റെ പൊന്നുമോനും നിന്നേ. എന്താപ്പാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. എന്നാ അപ്പന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. എന്റെ മനസ്സിലിരിപ്പോ
ഒന്നും അറിയാത്ത പോലെ കള്ളൻ. അമ്മ അറിയുന്ന അപ്പം പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? അത് വേണ്ട, ഞാൻ പറയാം. അമ്മ, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് അപ്പന് വിരോധമൊന്നുമില്ല. പക്ഷെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പനെക്കാളും കറുകറുത്ത പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറ്റില്ലമ്മ. ഇനി ഈ വീട്ടില് ഒരു കറുപ്പ് കൂടി സഹിക്കാൻ വയ്യ. എന്റെ ലക്ഷ്മി ഇത് പിന്നെ നമ്പറാ. എടാ നിന്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്ന നിന്നെ ഞാൻ വേണ്ട, എനിക്ക് രണ്ടാളെയും വിശ്വാസമില്ല. വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ, പുറത്ത് വലിയ ചങ്ങാതിമാരും. രണ്ടും കള്ളന്മാരാ. ഒരു വെളുത്ത കള്ളനും ഒരു ആ പറഞ്ഞോടി പറ. കറുത്ത കള്ളം പറ. കോംപ്ലക്സ് കറുത്തു പോയി എന്നുള്ള എന്റെ കോംപ്ലക്സ്. ഇതാണമ്മ ഞാൻ പറഞ്ഞത്. എന്നെ പോലെ ഒരു മുതിർന്ന മകന്റെ അപ്പനാകാനുള്ള പ്രായവും പക്വതയൊന്നും അപ്പനായിട്ടില്ല. സാറില് ഒരു 3-4 വർഷത്തിന് ശേഷം ചിലപ്പോൾ ശരിയായിരിക്കും. പൊട്ടിയുടെ മുന്നേ കറുത്തപ്പ പോയി വരാൻ വെളുത്തമ്മേ. സാമ്പത്തിക മാന്ദ്യം ദുബായിൽ വരെ ബാധിച്ചില്ല. പക്ഷെ ഓസ്ട്രേലിയയിൽ ബാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്നു പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള 5 ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ലീഗലി നമുക്ക് ആഴ്ചയിൽ 20 hours മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത്. സിഡ്നി ലോകത്തിന്റെ സ്വർഗം. അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ. ഓക്കെ, ആർക്കെങ്കിലും എനിമോ ഡൗട്ട്? ആദി, ഞാനിത് മാച്ചോട്ടെ. ഇനി ഏതെങ്കിലും രാജ്യത്തിന് മാപ്പ് വരയ്ക്കാനുണ്ടോ? ഇല്ല. ആന്റണിച്ചൻ വന്നാൽ ഇതുപോലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഞാൻ ഇവർക്ക് ഒരു കങ്കാരുണ്ട് പടം വരച്ചു കൊടുക്കും. ഓ വേണ്ട, അവര് ഓസ്ട്രേലിയ വെറുത്തു പോകും. നിങ്ങളുടെ മാറിയെന്ന്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഓസ്ട്രേലിയ പോയി നമുക്ക് അടിച്ച് പൊളിക്കണം. ഷെറിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേ. അയ്യോ ആദ്യട്ടാ, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. എത്തിച്ചാ നിനക്ക് കൊള്ളാം. പിതാമര കുഞ്ഞുടനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും. പുഴയല്ല മോനെ, കൊള്ളാം. കുളത്തിലല്ലടാ, പുഴയില്. ഞാൻ ആനെ കുളിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആദിയുടെ കാര്യമാ. ആ വരവ് കണ്ടാലറിയാം. വരവാ എല്ലാം കൊള്ളാവും. അതെ, കങ്കാരികൾ പോവാൻ വരട്ടെ. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനും എന്റെ അപ്പനാ. ഇതാണ് ഇത്ര വലിയ കാര്യം. ഇതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യം. എനിക്കൊരു അപ്പന്റെ സ്ഥാനത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അതിനപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനൊന്നും പറയിട്ടത്. വന്നേന്ന് വെറുതെ വെളുത്തുനിന്ന് സൂര്യനെ കറപ്പിക്കില്ലട്ടാ. അല്ല, ഞാൻ നിന്റെ അപ്പനല്ല, നീ എന്റെ അപ്പനോ? അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം. താക്കോലിക്കന്നെ പന്തയത്തിൽ തോറ്റ പിള്ളേരെ പോലെ മോന്തേ പേർപ്പിച്ചിരിക്കണ്ടില്ലേ? പ്രായപൂർത്തിയാകാത്തൊരാ